നമ്മുടെ പാലക്കാട് സത്യത്തിൽ വലിയ ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നത്. ഇത്രയും ആവേശമുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇത്രയും കാലമായിട്ടും ഈ പാലക്കാട് കണ്ടു കാണില്ല എന്ന് തോന്നുന്നു. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങളാണ് പാലക്കാട് ഉണ്ടായത്. അവസാന ലാപ്പ് വരെ ഉദ്യോഗം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയിരുന്നിട്ട് പോലും അതിൻ്റെ യാതൊരു ആലസ്യവും പ്രകടമാകാത്ത കൊണ്ടുപിടിച്ച പ്രചരണങ്ങളാണ് പാലക്കാട്ട് നടന്നത്. നാടകാന്ത്യം എല്ലാ ക്ലൈമാക്സുകൾക്കും വിരാമമിട്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ മണ്ഡലം വലതിനൊപ്പം തന്നെ അടിയുറച്ചു നിന്നു എന്നതാണ് ചരിത്രം. ഈ ചരിത്ര വിജയത്തോടെ ഷാഫി പറമ്പിൽ എംപിയുടെ പിൻഗാമിയായി പാലക്കാട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വാഴും. ഇക്കാലം അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥിയും വിജയിക്കാത്ത മണ്ഡലമായിരുന്നു പാലക്കാട്. 2016 ഷാഫി നേടിയ 17,483 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മണ്ഡലത്തിൽ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. ആ റെക്കോർഡും പഴങ്കഥയാക്കിയാണ് നിയമസഭയിലേക്കുള്ള കന്നി പോരാട്ടത്തിൽ രാഹുൽ കൊടി പാറിച്ചത് എന്ന് തന്നെ പറയണം. ഭൂരിപക്ഷം 18,840 വോട്ടുകൾ. കഴിഞ്ഞ തവണ മെട്രോമാനെതിരെയുള്ള പോരാട്ടത്തിൽ ഷാഫി കയറിക്കൂടിയത് 3,859 വോട്ടിന് മാത്രമായിരുന്നു. 2011 മണ്ഡലത്തിലെ ആദ്യ അംഗത്തിൽ ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷം 7,403 വോട്ടും. ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടും ഭൂരിപക്ഷം 4 ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കാൻ രാഹുലിനായത് ചില്ലറ കാര്യവുമല്ല. രാഹുലിന്റെ മിന്നും വിജയം ഷാഫിക്കും വലിയ നേട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നതായിരുന്നു പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉയർന്ന വിമർശനം. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള രാഹുലിനൊപ്പം മണ്ഡലത്തിലെ മുക്കും മൂലയും നന്നായി അറിയാവുന്ന ഷാഫി ഒരു നിഴൽ പോലെ പ്രചരണത്തിലുടനീളം ഒപ്പം ഉണ്ടായിരുന്നു. കെ മുരളീധരന്റെ പേര് ഉൾപ്പെടെ ഉയർന്നു കേട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുലിന് അവസരം കൊടുത്ത വി ഡി സതീശനും ഈ വിജയം വലിയൊരു പൊൻതൂവലാണ് എന്ന് തന്നെ പറയണം. ഒരുപക്ഷെ വാശിയേറിയ പോരാട്ടത്തിൽ രാഹുൽ എങ്ങാനും തോറ്റിരുന്നെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന പല ചോദ്യങ്ങൾക്കും സതീശൻ ഉത്തരം പറയേണ്ടി വന്നേനെ. എന്തായാലും സതീശന്റെയും കൂടി ഷാഫി പറമ്പലിൻ്റെയും കൂടി ഒരു വിജയമായി മാറുകയാണ് ഈ മാങ്കൂട്ടത്തിൻ്റെ ഈ ഉജ്ജ്വല വിജയം. കേരള രാഷ്ട്രീയത്തിൽ ഇനി മാങ്കൂട്ടത്തിൻ്റെ കാലം കൂടി ഒരു അധ്യായമായി ഉയരുന്നു. സമരങ്ങളിൽ തലപൊട്ടി ചോരയൊലിച്ച് നടന്ന നിരവധി കേസുകളിൽ കുടുക്കി ഈ രാഷ്ട്രീയ പ്രവർത്തകനായ ചെറുപ്പക്കാരനെ മാനസികമായി തളർത്താൻ ശ്രമിച്ച ഭരണകൂടത്തിന് ഇനി ഇദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരം മുട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? കാത്തിരിക്കാം.